ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ജയിലിലെത്തി വിക്രത്തിനെ കണ്ട് സംസാരിക്കുന്ന പ്രകാശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ പ്രകാശിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിക്രം പറയുന്നുണ്ട്, അതെ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് വെളിയിലിറങ്ങിയാൽ ആദ്യം തീർക്കാൻ പോകുന്നത് ആ കല്യാണിയെയും കാർത്തികയും പിന്നെ നിങ്ങൾ ഈ കോലത്തിലാക്കിയല്ലോ ആ സ്ത്രീയെയും കൂടി ആയിരിക്കുമെന്ന് പ്രകാശിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിക്രം പറയുക. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എടാ മോനെ, നീ ആ സ്ത്രീ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ അമ്മയല്ലേ? ആ അത് തന്നെ, നിങ്ങളുടെ അമ്മയെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദേ, നിങ്ങൾ ഈ കോലത്തിലാക്കിയത് അവരാണല്ലോ. പിന്നെ നിങ്ങൾ ഇനി പെമ്മക്കളെ സ്നേഹിച്ച് ജീവിക്കാനാണ് താല്പര്യം കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും ഗതിയെന്ന് പറഞ്ഞതും പ്രകാശനൊന്ന് ഞെട്ടി. പൊന്നുപോലെ വളർത്തിയ തൻ്റെ പുന്നാര മോനാണ് പ്രകാശൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ തകർന്നടിഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രകാശനോട് വിക്രം ഒരു കാര്യം കൂടെ പറഞ്ഞു, എടോ, താൻ ഇനി എന്തായാലും എന്നെ കണ്ടുകൊണ്ട് തിളക്കണ്ട. തൻ്റെ പെൺമക്കളെ തനിക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും താൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരികയും വേണ്ട. ഞാൻ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഗംഗേട്ടൻ്റെ കൂടെ തന്നെയായിരിക്കും. അതുപോലെയുള്ളൊരു ക്രിമിനൽ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യണം. താൻ എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണോ എനിക്ക്? അതുകൊണ്ട് ആ ഒരു സമയത്തെങ്കിലും തൻ്റെ കർമ്മങ്ങൾ ചെയ്യാനായിട്ടെങ്കിലും എനിക്ക് വെളിയിലിറങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ഒരു പേരിൽ അവരെയൊക്കെ എനിക്ക് തീർക്കാനും പറ്റും. അങ്ങനെ പ്രകാശനോട് ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് വിക്രമാദിത്യൻ പെരുമാറുക. അപ്പോൾ വിക്രത്തെ കണ്ടിറങ്ങിയതിന് ശേഷം പ്രകാശൻ്റെ മനസ്സ് മുഴുവനും ഇവൻ പറഞ്ഞ ഈ വാക്കുകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ദുഷ്ടനാ ഇവൻ! ഇവൻ എന്തിനാ ഞാൻ ഇത്രയധികം സ്നേഹിച്ചത്? പൊന്നേ കരളെ എന്നൊക്കെ പറഞ്ഞ് വളർത്തിയിട്ട് അവസാനം അവൻ എനിക്ക് കത്തി വയ്ക്കുന്ന കാര്യമാണല്ലോ ചെയ്തതെന്നും പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ അവിടെ ഒരു കടത്തിണ്ണയിൽ വന്ന് നമ്മുടെ പ്രകാശനൊന്ന് മയങ്ങിയതും പ്രകാശനൊരു സ്വപ്നം കാണുക. നമ്മുടെ കല്യാണിയുടെ മുഖം പ്രകാശൻ്റെ മനസ്സിലേക്ക് മിന്നി മറയുമ്പോൾ ഞെട്ടി എഴുന്നേറ്റ് പ്രകാശനാണെങ്കിൽ വെട്ടി വേർക്കാൻ തുടങ്ങി. ദൈവം, എന്താ സംഭവിക്കുന്നത്? ശരിക്കും ആ കുഞ്ഞിനോട് ഞാൻ ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷയാണോ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ഉൾവിളി പ്രകാശൻ്റെ മനസ്സിലുണ്ടാകുക. അങ്ങനെ നമ്മുടെ പ്രകാശൻ വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും വിക്രം പറഞ്ഞ ആ വാക്കുകൾ, തന്നെ ഞാൻ കൊന്നിരിക്കും, തന്നെയും തൻ്റെ അമ്മയും ഒക്കെ ഞാൻ തീർത്തിരിക്കൂടോ എന്നുള്ള ആ ഒരു വാക്ക്, അത് അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മറയുക. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രതീഷ് ഉറക്കം ഉണർന്ന് മുറ്റത്തേക്ക് ഇറങ്ങുക. ആ സമയം നമ്മുടെ രതീഷ് കാണുന്ന കാഴ്ച അവരുടെ വീടിൻ്റെ ആ വരാന്തയിൽ ആരോ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ്. കാല് കണ്ടപ്പോൾ തന്നെ രതീഷിന് ആളെ പിടികിട്ടി. അപ്പം രതീഷ് വേഗം തന്നെ കാദംബരിയെ വിളിച്ചു, കാദംബരി ഇങ്ങ് വന്നേ, ദേ ഇതാരെയും കിടക്കുന്നതെന്നൊന്ന് നോക്കിക്കേ. അയ്യോ, ഇതാരാ ഇത്? രതീഷേട്ടാ, ആരാ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് വന്നിങ്ങനെ കിടക്കുന്നത്? എടി, ആ കാല് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇതാരാകാനാ, നിൻ്റെ അച്ഛൻ തന്നെ. അയാൾ പോവാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നതായിരിക്കും. ആടിച്ചതിനകത്ത് കയറ്റെഴുതി വൃത്തികെട്ടവനെന്ന് പറഞ്ഞ് നമ്മുടെ പ്രകാശൻ്റെ കാലിനിട്ട് ഒരു തട്ട് കൊടുക്കുക രതീഷ്. എടോ, എഴുന്നേക്കടോ എന്ന് പറഞ്ഞതും പ്രകാശം പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇങ്ങേരായിരുന്നോ? എൻ്റെ ദൈവമേ, ഇയാൾ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതെന്ന് നമ്മുടെ രതീഷ് പറഞ്ഞു. ആ സമയമാണെങ്കിൽ പ്രകാശനാണെങ്കിൽ പറഞ്ഞു, അതെ, പോവാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇതിലേക്കൂടെ നടന്നു പോയ സമയത്ത് ഒരു പട്ടി എന്നെ ഓടിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ കയറി കിടന്നതാ. എന്തായാലും നിങ്ങളെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അയ്യോ, ഇപ്പോഴാണോ ഞങ്ങളെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായത്? എടോ, താൻ ആ വിക്രത്തിൻ്റെ കൂടെ കൂടി എന്തൊക്കെ വൃത്തികേടാ കാണിച്ചത്. ഇപ്പോഴും താൻ ആ രീതിയിൽ തന്നെ ആയിരിക്കും ചിന്തിക്കുക. തനിക്കിപ്പോൾ പോവാൻ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ കയറി കൂടാന്ന് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്ക്. ഒരു കാരണം വെച്ചാലും കല്യാണിയും കിരണിനെയും ഒക്കെ വെറുക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ അഭയം കൊടുക്കില്ല. ഇപ്പം തൻ്റെ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ഞങ്ങളുണ്ടല്ലോ എത്ര ദിവസം വേണേലും ഇവിടെ താമസിപ്പിക്കുമെന്ന് രതീഷ് നമ്മുടെ പ്രകാശൻ്റെ മുഖത്ത് നോക്കി പറയുക. പ്രകാശനാണെങ്കിൽ വലിയ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ കാദംബരിയെ നോക്കിയിട്ട്, ഞാൻ ഈ കുഞ്ഞിനെ കണ്ടോട്ടെ, ആ കുഞ്ഞിനെ നോക്കിയെങ്കിലും കുറച്ച് ദിവസം നിൽക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണമെന്ന് പറയുക. ദേ, ഞങ്ങളുടെ കുഞ്ഞ് അത് ആൺകുഞ്ഞായതുകൊണ്ടല്ലേ നിങ്ങൾ അവനെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തായാലും അവനെ കാണാനൊന്നും സാധിക്കില്ല. ഇപ്പം ഈ സെക്കൻഡിൽ ഇവിടുന്ന് വിട്ടോണമെന്ന് കാദംബരി പറയുക.
അല്ല, ഞാൻ തെറ്റുകാരൻ തന്നെയാണ്. എനിക്കറിയാം ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഓ, താനിപ്പോൾ വലിയ ഹരിചന്ദ്രനായ വിവരം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എടോ, താൻ നല്ല പ്രായത്തിൽ താൻ കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നത് ആ വിക്രത്തിനെ അല്ലേ? അവൻ ജയിലിലുണ്ട്. അവിടെ പോയിട്ട് അവനോട് തന്നെ സംരക്ഷിക്കാൻ പറയും. അതായിരിക്കും തനിക്ക് കിട്ടുന്നത്. ഇനി എന്തായാലും ഇവിടെ നിന്ന് വട്ടം തിരിയേണ്ട പ്രകാശ. സ്റ്റാൻഡ് വിട്ടോളാൻ പറഞ്ഞ് നമ്മുടെ രതീഷ് പ്രകാശിനോട് പോവാൻ പറഞ്ഞതും ശരി. ഞാൻ ആർക്കും ഒരു ശല്യം ആവുന്നില്ല. ഞാനിവിടുന്ന് പോയിക്കോളാം. നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഇപ്പം ആരെന്നെ എന്ത് പറഞ്ഞാലും പണ്ടത്തെ പ്രകാശനായിരുന്നെങ്കിൽ എല്ലാവരും മുടിഞ്ഞു പോണേതേ പ്രാർത്ഥിക്കുള്ളായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല. പലതും ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുക. പിന്നെ ഇയാളുടെ ഒരു വേഷം കെട്ട്, ആ കല്യാണി ഇപ്പോഴും ഇയാളുടെ കയ്യിൽ കിട്ടിയാൽ അവളുടെ കഴുത്ത് ഞെരിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇയാളത് ചെയ്തിരിക്കുമെന്ന് രതീഷ് നമ്മുടെ പ്രകാശൻ്റെ മുഖത്ത് നോക്കി പറയുക. പ്രകാശനാണെങ്കിൽ വലിയ സങ്കടത്തിൽ അവിടെ നിന്നും പോവാൻ ഇറങ്ങിയതും എടോ അവിടെ നിന്നെ താൻ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവാനാ? ദേ തൻ്റെ ഈ പാഴ് തുണിയും കൂടി കൊണ്ടുപോയിക്കോടോ എന്ന് പറഞ്ഞ് പ്രകാശൻ്റെ മുഖത്തേക്ക് ആ തുണി വലിച്ചെറിയുക. അതെ, ഇനി ഒരിക്കലും ഞങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്. ഇതേ കിരൺ സാറും കല്യാണിയും കൂടി എടുത്തു തന്ന വീടാ. അവിടെ ആര് താമസിപ്പിക്കണമെന്നും അവരൊക്കെ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അമ്മുമ്മ എത്ര ദിവസം വന്ന് നിന്നാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. തന്നെ പോലെയുള്ള ഒരുത്തനെ ഇതിനകത്ത് കയറ്റിയെന്നവരെങ്ങാനും അറിഞ്ഞാൽ പിന്നെ തീർന്നടോ, ഞങ്ങളുടെ ജീവിതം കൂടി ഇരുട്ടിലാവും. അതുകൊണ്ട് കൊച്ചുമോനെ കാണാനാണെന്നും മകളെ അന്വേഷിച്ചാണെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ടെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരാണെന്ന് താൻ അറിയൂടോ എന്ന് പറഞ്ഞ് രതീഷും കാദംബരിയും കൂടി പ്രകാശനെ ഗെറ്റൗട്ട് അടിക്കുക. അങ്ങനെ പ്രകാശനെ കണ്ടതും ആ ഒരു ദിവസം പോയേന്ന് പറഞ്ഞ് കാദംബരി വാതിലടച്ച് അകത്ത് കയറുക. അങ്ങനെ മനസ്സ് തകർന്ന പ്രകാശൻ അവിടെ നിന്ന് നടന്നകന്ന് പോവുക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരിയും ഷാരിയും കൂടി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ ഊന്നുവടിയും അതുപോലെ കയ്യിൽ ആ ഒരു തോൾസഞ്ചിയൊക്കെ തൂക്കി നമ്മുടെ പ്രകാശം നടന്നു വരുന്ന കാഴ്ച കണ്ടതും അമ്മേ വണ്ടി നിർത്തമ്മേ വണ്ടി നിർത്താൻ പറയുന്നു പറഞ്ഞ് സരിയു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുക. അങ്ങനെ നോക്കുമ്പം അയ്യോ ഇതാരിത്? നമ്മുടെ പ്രകാശനല്ലേ? പ്രകാശ നിനക്കിത് എന്ത് പറ്റിയടാന്ന് ചോദിച്ച് പ്രകാശൻ്റെ അരികിലേക്ക് സഹതാപതരംഗവുമായിട്ട് നമ്മുടെ സരിയും ഷാരിയും കൂടി ഇറങ്ങിച്ചെല്ലുക. അപ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിൽ ആകെ വിളറി വെളുത്തു. എനിക്ക് വയ്യാണ്ടിരിക്കുമായിരുന്നു. എല്ലാം ഞങ്ങൾ അറിഞ്ഞു. നിൻ്റെ അമ്മയല്ലേ നിന്നോട് ഈ ചതി ചെയ്തത്? കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞായിരുന്നു. ഓ, നിന്നെ ഈ പരുവത്തിലാക്കിയിട്ട് അവൾ അവിടെ സുഖിച്ച് ജീവിക്കുകയാണല്ലോ ആ കല്യാണി. അവളുണ്ടല്ലോ എല്ലാവരുടെയും മേലെ വിജയിച്ചങ്ങ് മുന്നേറിക്കൊണ്ടിരിക്കുക. പ്രകാശന് എരിപിരി കയറ്റാൻ കിട്ടിയ അവസരമാണെന്ന് സരയുവിന് ശരിക്കും നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അത്യാവശ്യത്തിന് അങ്ങോട്ട് എരി കയറ്റി കൊടുക്കുമ്പം പ്രകാശൻ പറഞ്ഞു, അതെ ഇപ്പം തനിയെ നിൽക്കാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല. 2 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. അയ്യോ 2 ദിവസമായോ ഭക്ഷണം കഴിച്ചിട്ട്? ഇതെങ്ങനെയാണ് പ്രകാശ? ഇങ്ങനെയുള്ളൊരു കോലത്തിൽ പ്രകാശനെ കാണേണ്ടി വന്നല്ലോ. വലിയ വിഷമമായി പോയി കേട്ടോ എന്ന് ശാരിയാണെങ്കിൽ താടിക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ പറയുമ്പോൾ പ്രകാശനാണെങ്കിൽ അവർ തന്നെ കളിയാക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. പക്ഷേ ഒരക്ഷരം പോലും മറുത്തു പറയാൻ പറ്റില്ലല്ലോ. പണ്ടത്തെ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകാശൻ അങ്ങനെ നിന്നതും അതെ നിങ്ങളെ ഞാൻ സഹായിക്കാം. അല്ല, നിങ്ങളുടെ മോൻ ജയിലിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുമെന്ന് വല്ല നിശ്ചയമുണ്ടോ? അവനെ ഞാൻ ജയിലിൽ പോയി കണ്ടായിരുന്നു. അവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്തിനാ സരയൂ? അതെ അവനെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനുണ്ട്. കല്യാണിയെയും കിരണിനെയും എങ്ങനെയും തീർക്കണം. അതിനു വേണ്ടിയിട്ട് വിക്രവും പ്രകാശനും ഞങ്ങളുടെ ഒപ്പം നിൽക്കണമെന്ന് കൂടി സരയു പറയുക. അവൻ വീണ്ടും ജയിലിലേക്ക് പോവേണ്ടി വരില്ലേ? അങ്ങനെ അവൻ്റെ ഭാവി പോവില്ലേ? അയ്യോ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അവൻ എന്തായാലും ഒരു ജയിൽ പുള്ളിയായി മാറിയല്ലോ. ഇനി അവൻ അതൊക്കെ തന്നെയായിരിക്കും അവൻ്റെ അവസാന ഘട്ടം വരെ. അങ്ങനെ തന്നെ അവൻ ജീവിക്കേണ്ടിയും വരും. അതുകൊണ്ട് ആ ഒരു കാര്യമൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്യാം. ഒരു കാര്യം ചെയ്യും, ദേ ഈ പൈസ അങ്ങ് കയ്യിലേക്ക് പിടിച്ചേ, എന്നിട്ട് ആവശ്യമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാലും വാങ്ങിച്ച് കഴിച്ചോ. പ്രകാശൻ നമ്മുടെ സരയു കൊടുത്ത പണം വാങ്ങിച്ചിട്ട് സരയുവിനെ നന്ദിയോടുകൂടി നോക്കുക. അപ്പോഴത്തേക്കിന് ശാരി പറഞ്ഞു, അതെ പ്രകാശ ഇനിയും സഹായം വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരാൻ മടിക്കണ്ട കേട്ടോ. പിന്നെ അറിയാലോ അവൾ ആ കല്യാണി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം.
എനിക്കിപ്പം പഴയതുപോലെയൊന്നും വയ്യ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒഴിവായി പോവാൻ ശ്രമിക്കുന്ന പ്രകാശൻ്റെ മുന്നിൽ അവരൊന്നുകൂടി പറഞ്ഞു, കല്യാണിയെ തീർക്കുകയാണെങ്കിൽ പ്രകാശൻ്റെ ജീവിതം സേഫാവും. ഇതേ അറിയാലോ, ജയിലിൽ പോയി കഴിഞ്ഞാലും അവിടെ നല്ല ഒന്നാം തരത്തിൽ ഭക്ഷണമുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നാട് മുഴുവൻ അലഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പ്രകാശൻ്റെ ജീവിതം ഇനി ഇത്രയ്ക്കിത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ശാരിയും സരയും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പ്രകാശൻ പതുക്കെ അവരുടെ അടുത്ത് നിന്നും ഒഴിവായി പോകുമ്പോൾ ശാരി പറഞ്ഞു, എടി ഇനി അവനെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മേ, മാക്സിമം ഇവറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലതുപോലെ അങ്ങ് എരികേറ്റി കൊടുക്കണം. അങ്ങനെ അവരെ തിളപ്പിച്ച് ആ കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ നടന്നാൽ മതി, വാ പോവാന്ന് പറഞ്ഞ് ഇവർ നേരെ പോകുന്നത് ക്ഷേത്രത്തിലേക്ക്. അപ്പോഴാണെങ്കിലോ നമ്മുടെ ദീപ തൊഴുതു മടങ്ങുന്ന കാഴ്ചയാണ് കാണിക്കുന്നത്. ദീപയുടെ അടുത്ത് ചെന്നിട്ട് സരയു പറഞ്ഞു, ഓ, നിങ്ങളുടെ ഭർത്താവ് ദേ ഇപ്പം പിച്ച തേണ്ടി നടക്കുന്നത് കണ്ടതേ ഉള്ളൂ. കുറച്ച് പണം ഞാനും എടുത്തു കൊടുത്തായിരുന്നു. ആ, നീ നിൻ്റെ പണം കൊടുത്തെങ്കിൽ അതെന്തിനാ നീ എന്നോട് പറയുന്നത്? അതോ, നിങ്ങളിങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കുന്നുണ്ടല്ലോ, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ പ്രായവും തോന്നില്ല. എന്തായാലും നിങ്ങളെപ്പോലെയുള്ളൊരു പെണ്ണും പിള്ള ഇങ്ങനെയൊക്കെ സന്തോഷിച്ച് ജീവിക്കുമ്പം ഒന്നുമില്ലേലും നിങ്ങളുടെ പിള്ളേരുടെ അച്ഛനല്ലേ ആ പ്രകാശൻ. അയാൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പം നിങ്ങൾക്കൊരു കുത്തലും ഇല്ലേന്ന് ദീപയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ സരയു ചോദിച്ചതും ദീപ സരയനോട് പറഞ്ഞു, എടി മോളെ, നിൻ്റെ സമ്പത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നീ അത് നോക്കിയാൽ മതി. അല്ലാതെ ഇങ്ങോട്ട് മേയാൻ വരണ്ട. പ്രകാശനും ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. പിന്നെ നീ പറഞ്ഞല്ലോ എൻ്റെ മക്കൾക്കൊക്കെ ചെലവിന് കൊടുത്തത് അയാളാണെന്ന്. എടി, എൻ്റെ ആൺമകനെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കാം. അല്ലാണ്ട് എൻ്റെ പെൺമക്കൾക്ക് എന്നും അയാൾ ഒരു ശത്രു മാത്രമായിരുന്നു എന്ന് ദീപ പറയുക. ദേ ഈ നിൽക്കുന്ന നിൻ്റെ അമ്മയുണ്ടല്ലോ, എടി ഈ അമ്മ പോലും പല സമയത്തും നിസ്സഹായമായിട്ട് ഇരിക്കുന്നത് എന്താ? നിന്നെ പോലെയുള്ള ഒരു അസുരത്തി എന്നെങ്കിലും സത്യങ്ങളൊക്കെ തിരിച്ചറിയും. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ചൊവ്വേ മുഖത്ത് നോക്കി പറയണമെന്ന് നമ്മുടെ സരയു പറഞ്ഞതും ഞാൻ പലതും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ നിന്നും കരഞ്ഞു വിളിച്ച് ഓടിപ്പോവേണ്ട അവസ്ഥ വരും. എടി, എൻ്റെ കിരൺ മോൻ്റെ അത്രയും നന്മയുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നെ കിരൺ മോൻ ദേ എൻ്റെ മനുവേട്ടനും നല്ല നന്മയുള്ള കൂട്ടത്തിൽ തന്നെയാ. ആ, അത് ശരിയാ, നിന്റെ അമ്മയ്ക്ക് പല സത്യങ്ങളും അറിയാം. പക്ഷേ അതൊന്നും നിന്നോട് പറയാത്തതാ പൊന്നു മോളെ. ഒരു ദിവസം ഈ സത്യങ്ങളൊക്കെ നീ അറിയും. അന്ന് ഈശ്വരനെ വിളിച്ച് നീ പ്രാർത്ഥിക്കേണ്ടി വരും. ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനൊക്കെ കൂടി ചേർത്ത് ഈശ്വരൻ നിനക്ക് നല്ല ശിക്ഷ തരുമെന്ന് സരയുവിൻ്റെ മുഖത്ത് നോക്കി ദീപ പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ.